SIR നടപ്പിലാക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിൽ നിന്ന് കേരളത്തിന് മാത്രം മാറി നിൽക്കാൻ കഴിയില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. കമ്മീഷൻ തീരുമാനം നടപ്പിലാക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നുണ്ടെന്നും എല്ലാവരുടെയും സഹകരണം വേണമെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു നിർദ്ദേശം മാത്രമായിരുന്നുവെന്നും അത് അംഗീകരിക്കാൻ നിർവാഹമില്ല എന്ന വാർത്താസമ്മേളനത്തിൽ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കേരളത്തിൻ്റെ SIRയെ കുറിച്ച് ബഹുമാനപ്പെട്ട CEC തന്നെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഉള്ള ഒരു മാർഗം SIR കൃത്യമായിട്ട് എല്ലാവരുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് കേരളത്തിലെ SIR നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യം എല്ലാം അദ്ദേഹത്തിന് വളരെ അന്നത്തെ പത്രസമ്മേളനത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കി കുറേ സംസ്ഥാനം ഇലക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ മാത്രം ആ സമയത്ത് നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. അതൊരു കൂട്ടായത്തോടു കൂടി അത് ഇലക്ഷൻ നടത്താനുള്ള ഒരു മാൻഡേറ്റാണ് ഇലക്ഷൻ കമ്മീഷനുക്കുള്ളത്. ആ മാൻഡേറ്റ് അവർ നടപ്പിലാക്കുന്നേ ഉള്ളൂ. വളരെ വ്യക്തമായിട്ട് അവരുടെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും എന്നുള്ള ഒരു ധാരണയെല്ലാം ഉണ്ട്. സോ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നു. നമ്മൾ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടീസോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് എല്ലാവരുടെ സഹായം സഹകരണം എല്ലാ സമയത്തും ഉണ്ടാവണം. എല്ലാ ആഴ്ച അവരുടെ സാന്നിധ്യത്തിലായിരിക്കും നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവരോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ഏതെങ്കിലും വിധത്തിൽ ആശങ്കകളുണ്ടെങ്കിൽ നമുക്ക് തീർത്തിയിട്ട് നമുക്ക് പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളതേ ഉള്ളൂ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദിസ്ന നൽകും. ദിസ്ന, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അടുക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. അപ്പോൾ നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് ഈ തീവ്ര വോട്ടർ പരിഷ്കരണത്തിന് വേണ്ടി? എന്തൊക്കെ കാര്യങ്ങളാണ് രത്തൻ ഖേൽക്കർ പറയുന്നത്? സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം അല്പസമയം മുൻപ് സ്വകാര്യ ഹോട്ടലിൽ നടന്നത്. അതിലാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തത്. ഇതിൽ പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത്, അതായത് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സഹകരണം ഉണ്ടാവണം എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ പറയുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പവും ഇതുമായി ബന്ധപ്പെട്ട നിലവിലില്ല. അതൊക്കെ തന്നെയും സാധൂകരിച്ച് മുന്നോട്ട് പോകുവാനും ദൂരീകരിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുമെന്ന ഉറപ്പ് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇടതുവലത് മുന്നണികൾ നടത്തുന്ന എതിർപ്പ് ദുരൂഹമാണെന്നാണ് BJP ആരോപിച്ചിരുന്നത്. രാജ്യത്തെ പൗരന്മാർ അല്ലാത്തവർ വോട്ടർ പട്ടികയിൽ ഉണ്ടാകരുതെന്നതാണ് BJP നിലപാടെന്നും അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞു. അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ അവരുടെ നിലപാടുകൾ അറിയിച്ചു. അതിൽ പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് BJP നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ഏറ്റവും നല്ല തീരുമാനം തന്നെയാണ് എന്നത് തന്നെയാണ് BJPയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ എതിർകക്ഷികളൊക്കെ തന്നെയും വലിയ രീതിയിൽ രാഷ്ട്രീയമാണ് വിഷയം എന്ന രീതിയിലൊക്കെ തന്നെയും ചർച്ചയിലേക്ക് പോയി. എന്നാൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജനങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങളും അല്ലെങ്കിൽ അതുമായി ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും സാധൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകളുടെ തീരുമാനം. എന്തായാലും ഈ നവംബർ 4-നാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അശ്വതി.